അൺബയാസ്നെസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള അടുത്ത പ്രോബ്ലം നോക്കാം. പ്രോബ്ലം: ഇഫ് T1 and T2 are unbiased for theta, find lambda such that lambda T1 plus 1 minus lambda into T2 has the least variance. So ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് T1ഉം T2ഉം എന്താണ്? അൺബയാസ്ഡ് ഫോർ തീറ്റ ആണ്. T1ഉം T2ഉം അൺബയാസ്ഡ് ഫോർ തീറ്റ എന്ന് പറയുമ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് T1 ഇസ് ഈക്വൽ ടു തീറ്റ ആണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് T2 ഇസ് ഈക്വൽ ടു തീറ്റ ആണ്. Expectation of T1 is equal to theta തന്നിട്ടുണ്ടെങ്കിൽ that is T1 is an unbiased estimator for theta and expectation of T2 is equal to theta ആണ്, that is T2 is an unbiased estimator for theta. And നമുക്കിതിൽ എന്താണ് കാണേണ്ടത്? Find lambda such that lambda T1 plus 1 minus lambda into T2 has the least variance. ഈ lambda T1 plus 1 minus lambda T2ൽ എന്താണ് ലീസ്റ്റ് വേരിയൻസ് ഉണ്ടാകുന്ന ഫോമിൽ നമുക്ക് ലാംഡേൻ്റെ വാല്യൂ കാണണം. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാം. നമുക്ക് T1 T2 രണ്ട് എസ്റ്റിമേറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഈ T1ഉം T2ഉം എന്താണ്? അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ആണ് ഫോർ തീറ്റ. ആൻഡ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇതിനെ നമുക്ക് T എന്ന് വിളിക്കാം. T ഈസ് ഈക്വൽ ടു ലാംഡ T1 പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു T2 തന്നിട്ടുണ്ട്. ഈ Tക്ക് മിനിമം വേരിയൻസ് കിട്ടുന്ന ലാംഡ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് T1ഉം T2ഉം അൺബയാസ്ഡ് ഫോർ തീറ്റ എന്ന് പറയുന്നതിലൂടെ എക്സ്പെക്റ്റേഷൻ ഓഫ് T1 തീറ്റ ആണെന്നറിയാം, എക്സ്പെക്റ്റേഷൻ ഓഫ് T2ഉം തീറ്റ ആണെന്നറിയാം. ഇനി നമ്മൾ ഈ ലാംഡ T1 പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു T2നെ T എന്ന് വിളിച്ചു. ഓക്കെ, T ഈസ് ഈക്വൽ ടു ലാംഡ T1 പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു T2. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ടീൻ്റെ എക്സ്പെക്റ്റേഷൻ കാണുകയാണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് T, സി T ഈസ് ഈക്വൽ ടു lambda T1 plus 1 minus lambda T2. So expectation of T എന്ന് പറയുന്നത് എന്താണ്? expectation of lambda T1 plus 1 minus lambda T2 ആണ്. ഓക്കെ, ഇനി expectation of lambda T1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ lambda into expectation of T1 plus എക്സ്പെക്റ്റേഷൻ ഓഫ് 1 മൈനസ് ലാംഡ ഇൻറ്റു T2 എന്ന് പറയുന്നത് 1 മൈനസ് ലാംഡ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് T2. ഇതിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് T1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? എക്സ്പെക്റ്റേഷൻ ഓഫ് T1 ഇസ് ഈക്വൽ ടു തീറ്റ ആണ്. അതേപോലെ എക്സ്പെക്റ്റേഷൻ ഓഫ് T2യും തീറ്റ ആണ്. അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ലാംഡ ഇൻറ്റു തീറ്റ പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് T2 എന്ന് പറയുന്നതും തീറ്റ. സോ നമുക്ക് എന്ത് കിട്ടി? ലാംഡ തീറ്റ പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു തീറ്റ എന്ന് കിട്ടി. ഇത് സോൾവ് ചെയ്യുമ്പോൾ ലാംഡ തീറ്റ പ്ലസ് തീറ്റ മൈനസ് ലാംഡ തീറ്റ. സോ ലാംഡ തീറ്റ മൈനസ് ലാംഡ തീറ്റ നമുക്ക് തീറ്റ എന്ന് കിട്ടി. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് T ഈസ് ഈക്വൽ ടു തീറ്റ എന്ന് കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്താ കണ്ടത്? വേരിയൻസ് ഓഫ് T ആണ് കാണുന്നത്. വേരിയൻസ് ഓഫ് T എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് വേരിയൻസ് ഓഫ് T ആണ്. T എന്ന് പറയുന്നത് നമ്മൾ ലാംഡ T1 പ്ലസ് 1 മൈനസ് ലാംഡ T2 ആണ്. സോ വേരിയൻസ് ഓഫ് T എന്ന് പറയുന്നത് എന്താണ്? വേരിയൻസ് ഓഫ് ലാംഡ T1 പ്ലസ് 1 മൈനസ് ലാംഡ T2. ഓക്കെ, ഇനി വേരിയൻസ് ഓഫ് ലാംഡ T1, ഈ ലാംഡ എന്താണ്? കോൺസ്റ്റൻ്റ് അല്ലേ? സോ അത് വേരിയൻസിൻ്റെ പുറത്തേക്ക് വരുമ്പം ലാംഡ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് T1 പ്ലസ് വേരിയൻസ് ഓഫ് 1 മൈനസ് ലാംഡ ഇൻറ്റു T2. ഈ 1 മൈനസ് ലാംഡ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. വേരിയൻസിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ 1 മൈനസ് ലാംഡ ദി ഹോൾ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് T2. ഓക്കെ, ഇനി വേരിയൻസ് ഓഫ് T മിനിമം അല്ലെങ്കിൽ ലീസ്റ്റ് വേരിയൻസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? ഈ വേരിയൻസ് ഓഫ് Tനെ വിത്ത് റെസ്പെക്ട് ടു ലാംഡ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ലാംഡ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം എന്ത് വരും? 2 ലാംഡ വേരിയൻസ് ഓഫ് T1 പ്ലസ് 1 മൈനസ് ലാംഡ ദി ഹോൾ സ്ക്വയറിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം 2 ഇൻറ്റു 1 മൈനസ് ലാംഡ ഇൻറ്റു -1 ഇൻറ്റു വേരിയൻസ് ഓഫ് T2 അല്ലേ? അതാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ വേരിയൻസ് മിനിമം എന്ന് പറയുമ്പം ഈ ഡിഫറൻഷ്യൽ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? 2 ലാംഡ വേരിയൻസ് ഓഫ് T1 പ്ലസ് 2 ഇൻറ്റു 1 മൈനസ് ലാംഡ ഇൻറ്റു -1 ഇൻറ്റു വേരിയൻസ് ഓഫ് T2 ഇസ് ഈക്വൽ ടു 0. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കിട്ടും? ലാംഡ ഇൻറ്റു വേരിയൻസ് ഓഫ് T1 ഇസ് ഈക്വൽ ടു 1 മൈനസ് ലാംഡ
ഇൻറ്റു വേരിയൻസ് ഓഫ് T2 എന്ന് കിട്ടും. ഇതിനെ നമ്മൾക്ക് ഈ ഫോമിലേക്ക് മാറ്റി എഴുതാം. lambda into variance of T1 plus variance of T2 is equal to variance of T2 എന്ന് കിട്ടും. From this lambda is equal to variance of T2 divided by variance of T1 plus variance of T2 എന്ന് എഴുതിക്കൂടെ? ഒന്നുമില്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് എന്ത് പറഞ്ഞു? T1 ഉം T2 ഉം തീറ്റേൻ്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ലാംഡ T1 പ്ലസ് 1 മൈനസ് ലാംഡ T2ന് മിനിമം വേരിയൻസ് കിട്ടുന്ന ലാംഡ വാല്യൂ കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. T1 ഉം T2 ഉം അൺബയാസ്ഡ് എന്ന് പറയുമ്പം എക്സ്പെക്ടേഷൻ ഓഫ് T1 ഉം തീറ്റ ആണ്, എക്സ്പെക്ടേഷൻ ഓഫ് T2 ഉം തീറ്റ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ലാംഡ T1 പ്ലസ് 1 മൈനസ് ലാംഡ T2നെ T എന്ന് വിളിച്ചു. ഓക്കെ, എന്നിട്ട് ആ ടീൻ്റെ എക്സ്പെക്ടേഷൻ കാണാണ്. സോ എക്സ്പെക്ടേഷൻ ഓഫ് T ഈസ് ഈക്വൽ ടു expectation of T is equal to expectation of lambda T1 ഒന്നുമില്ല, ഇതിന് നമ്മൾ എന്ത് ചെയ്യും? ഈ T വാല്യൂവിന് എക്സ്പെക്ടേഷൻ കൊടുക്കുക. എക്സ്പെക്ടേഷൻ ഓഫ് ലാംഡ T1 പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു T2. സോ എന്താണ്? ലാംഡ കോൺസ്റ്റൻ്റ് അല്ലേ? സോ എക്സ്പെക്ടേഷൻ്റെ പുറത്തേക്ക് എടുക്കാം. ലാംഡ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് T1 പ്ലസ് 1 മൈനസ് ലാംഡ കോൺസ്റ്റൻ്റ് അല്ലേ? സോ എക്സ്പെക്ടേഷൻ്റെ പുറത്തേക്ക് എടുക്കുക. 1 മൈനസ് ലാംഡ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് T2. എക്സ്പെക്ടേഷൻ ഓഫ് T1ൻ്റെ വാല്യൂ അറിയാം, എക്സ്പെക്ടേഷൻ ഓഫ് T2ൻ്റെ വാല്യൂ അറിയാം. രണ്ടും തീറ്റ ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എന്ത് കിട്ടി? ലാംഡ തീറ്റ പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു തീറ്റ കിട്ടി. അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തീറ്റ എന്ന് കിട്ടും. സോ എക്സ്പെക്ടേഷൻ ഓഫ് T കിട്ടിയല്ലോ. ഇനി നമ്മൾ വേരിയൻസ് ഓഫ് T കണ്ടുപിടിക്കുക. വേരിയൻസ് ഓഫ് T എന്ന് പറയുമ്പോൾ വേരിയൻസ് ഓഫ് എന്താണ്? T വാല്യൂ എന്താണ്? ലാംഡ T1 പ്ലസ് 1 മൈനസ് ലാംഡ T2. ഓക്കെ, ഇനി ലാംഡ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. വേരിയൻസിൻ്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ ലാംഡ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് T1 പ്ലസ് 1 മൈനസ് ലാംഡ കോൺസ്റ്റൻ്റ് ആണ്. വേരിയൻസിൻ്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ അത് സ്ക്വയർ ടേം ആവും. സോ 1 മൈനസ് ലാംഡ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് T2. ഇനി ഈ വേരിയൻസ് മിനിമം എന്ന് പറയുമ്പോൾ എന്താണ്? ഈ വേരിയൻസ് ഓഫ് Tയിലെ അതിനെ വിത്ത് റെസ്പെക്ട് ടു ലാംഡ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുക. സോ അതിന് വിത്ത് റെസ്പെക്ട് ടു ലാംഡ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 ലാംഡ ഇൻറ്റു വേരിയൻസ് ഓഫ് T1 പ്ലസ് 2 ഇൻറ്റു 1 മൈനസ് ലാംഡ ഇൻറ്റു മൈനസ് 1 ഇൻറ്റു വേരിയൻസ് ഓഫ് T2 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം? ലാംഡ ഇൻറ്റു വേരിയൻസ് ഓഫ് T1 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു 1 മൈനസ് ലാംഡ ഇൻറ്റു വേരിയൻസ് ഓഫ് T2 ആണെന്ന് കിട്ടി. അതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് ലാംഡ ഇൻറ്റു വേരിയൻസ് ഓഫ് T1 പ്ലസ് വേരിയൻസ് ഓഫ് T2 ഇസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് T2 എന്ന് കിട്ടും. അതിൻ്റെ അകത്ത് നിന്ന് ലാംഡ ഇസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് T2 ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് T1 പ്ലസ് വേരിയൻസ് ഓഫ് T2 എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്.